ഇപ്പോൾ റിട്ടയർ SP രാജ്മോഹൻ കൂടെ ചേരുന്നുണ്ട്. ശ്രീ രാജ്മോഹൻ, ADGP MR അജിത് കുമാർ സന്നിധാനത്ത് ട്രാക്ടറിൽ എത്തിയ സംഭവത്തിൽ ഇപ്പോൾ ഡ്രൈവറെ മാത്രം പ്രതിയാക്കിയാണ് ഒരു FIR ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരു FIR തയ്യാറാക്കുമ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു കേസിൽ തയ്യാറാക്കുമ്പോൾ ഇതിൽ ഡ്രൈവർ മാത്രമാകുമോ പ്രതി? അത് ഒരു പോലീസിന്റെ മുന്നിൽ വിഷയം വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ തെറ്റ് ചെയ്തു എന്ന് പൊതുസമൂഹത്തിൽ മനസ്സിലാക്കിയ അവസ്ഥക്ക് ഇങ്ങനെ ഒരു FIR ആയിരുന്നില്ല വേണ്ടത്. പക്ഷെ ഇപ്പോഴത്തെ FIR ഈ FIR എന്ന് പറയുന്നത് ഒരു ലീഗൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ലീഗൽ പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പോലീസിന്റെ ഭാഗത്ത് FIR രജിസ്റ്റർ ചെയ്തിട്ട്. ആ FIRൽ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുത്താൻ പറ്റും. അതുകൊണ്ട് പോലീസിന് അപ്പാടെ കുറ്റം പറയാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ പൊതുസമൂഹത്തിൽ ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമായിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു ട്രാക്ടറിൽ യാത്ര ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് ഹൈക്കോടതിയും പറഞ്ഞിട്ടുള്ളതാണ്. പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് താനും. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് അവരുടെ ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യണമെങ്കിൽ കുറെ കൂടി ഈ ഇൻഫോർമേഷൻ കൂടുതലുള്ള ഒരു FIR രജിസ്റ്റർ ചെയ്യണമായിരുന്നു. പക്ഷെ ഇപ്പോഴും ചെയ്ത FIR ശരിയല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു FIR രജിസ്റ്റർ ചെയ്തു. കാരണം സംഭവത്തിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അപ്പൊ FIR എന്നത് ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ പോലീസിന്റെ അധീനതയിലുള്ള പോലീസിന്റെ RC ഓണർ പോലീസ് DGP ആയ ഒരു വെഹിക്കിള് ആ ഡ്രൈവർ ഓടിച്ചു. ആ ഡ്രൈവർ ഓടിച്ച സമയത്ത് അയാള് ആ ട്രാക്ടറിൽ സഞ്ചരിച്ചത് ചില ആൾക്കാർ സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച നിയമവിരുദ്ധമാണ്. അത് ഹൈക്കോടതി ഉത്തരവിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ആ പോലീസുകാരനായ ആ ഡ്രൈവർ അയാളെ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും FIR ഓൾറെഡി രജിസ്റ്റർ ചെയ്ത അവസ്ഥക്ക് ഒരു കേസ് ഉണ്ടായി. ഇനി ഇൻവെസ്റ്റിഗേഷനിൽ ഇപ്പൊ CCTV ഉണ്ടെന്ന് പറയുന്നു, ബാക്കി ഫോട്ടോഗ്രാഫ് ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ എവിഡൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ആരാണ് അതിൽ യാത്ര ചെയ്തത് എന്ന് മനസ്സിലാവും. അപ്പൊ യാത്ര ചെയ്ത ഉദ്യോഗസ്ഥന് നിയമപരമായ നടപടി നേരിടണം. അപ്പൊ DGP ലെവലിൽ ഉദ്യോഗസ്ഥൻ ADGP ലെവലിൽ ഉദ്യോഗസ്ഥനാണ് അതിൽ യാത്ര ചെയ്തെന്ന് പറയുമ്പോൾ അദ്ദേഹം യാത്ര ചെയ്തത് ഈ ഡ്രൈവറെ നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണോ, അതല്ല ആ പോകുന്ന വഴിയിൽ കയറിയതാണോ, അതല്ല നിർദ്ദേശം അനുസരിച്ചിട്ട് വണ്ടി എടുത്ത് ഈ ട്രാക്ടർ എടുത്ത് ഈ മേലുദ്യോഗസ്ഥനെ കൊണ്ടുപോയതാണോ, ഇതൊക്കെ അന്വേഷണത്തിലാണ് മനസ്സിലാകുക. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുസമൂഹത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങൾ വരുമ്പോൾ പോലീസിന് ചില ക്രെഡിബിലിറ്റിയും പോലീസിന് പൊതുസമൂഹത്തിലൊരു നിലയും വിലയുണ്ട്. അത് കളഞ്ഞു കൊടുക്കുന്ന തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പെരുമാറാൻ പാടില്ല. അങ്ങനെ പെരുമാറിയാൽ പോലീസിന്റെ ആ ക്രെഡിബിലിറ്റി, സോഷ്യൽ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അത് ചെയ്യാത്ത തരത്തിൽ ഈ കേസ് കൈകാര്യം ചെയ്യണമായിരുന്നു. അത് കൈകാര്യം ചെയ്തതായി കാണുന്നില്ല. അതിനു പകരം ഒരു ലീഗൽ ലെവലിൽ നിയമത്തിന്റെ പരിധി നിന്നുകൊണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ആ സംഭവം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എന്നൊരു പൊതുസമൂഹം സംശയിച്ചാൽ, അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ ഒരു ഉത്തരവാദിത്വം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് FIRൽ അടക്കം കാണിക്കേണ്ടതുണ്ടായിരുന്നു. കാരണം ഇത്രയും ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ഇതിലുണ്ടായിരുന്നത് ആകുമ്പോൾ തന്നെ ഒരു വലിയ മാധ്യമ ശ്രദ്ധയടക്കം പ്രതിപക്ഷത്തിനൊക്കെ ശ്രദ്ധയടക്കം വരുന്ന ഒരു വിഷയമായിരുന്നു. കുറച്ചും കൂടെ ഉത്തരവാദിത്വപരമായിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യണമായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, ADGP ലെവൽ ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പം അതിന്റെ പോലീസിന്റെ ഏറ്റവും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥന്മാരിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള സാധാരണ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് ആദ്യം. കാരണം അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം, ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമുണ്ട്. അതിലേ കൂടി ട്രാക്ടർ പോകുമ്പോൾ ട്രാക്ടറിൽ ആളുകളെ കൊണ്ടുപോകാൻ പാടില്ല, അതിൽ അവിടുത്തെ സാധനങ്ങൾ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഹൈക്കോടതി നിർദ്ദേശം വെച്ചിരിക്കുകയാണ് 12 വർഷം മുമ്പേ. ആ നിർദ്ദേശം ഇദ്ദേഹത്തിന്, ഈ ഉദ്യോഗസ്ഥന് വ്യക്തമായി അറിയാവുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സമയത്ത് ഇങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നു. ഇറ്റ് ഈസ് അൺബിക്കമിങ് ഓഫ് എ പോലീസ് ഓഫീസർ. സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമല്ല നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥനെ അദ്ദേഹം ചെയ്തത്. അത് വളരെ അൺഫോർച്ചുനേറ്റ്. ഞങ്ങൾക്ക് അത്രേ പറയാൻ പറ്റും. വെരി വെരി അൺഫോർച്ചുനേറ്റ്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇനി അങ്ങനെ സംഭവിച്ചു, ആ ന്യൂസ് ലീക്കായ അവസ്ഥക്ക് പോലീസിന്റെ ക്രെഡിബിലിറ്റി സംരക്ഷിക്കുന്നതിന് അത് ബോൾഡായി ഏറ്റെടുത്തുകൊണ്ട് നടപടി സ്വീകരിക്കുക, അല്ലെങ്കിൽ നടപടി തെറ്റ് പറ്റിയെന്ന് സംബന്ധിച്ചുകൊണ്ട് നടപടി സ്വീകരിക്കുക. അപ്പൊ ഡിപ്പാർട്ട്മെന്റൽ ആക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അല്ലാതെ വേറെ വല്ല മലം മറിക്കുന്ന കാര്യങ്ങളായിട്ട് ചെയ്തിട്ടില്ല, അവിടെ വലിയ കുറ്റങ്ങളും ചെയ്തിട്ടില്ല. പക്ഷെ ഹൈക്കോടതി നിർദ്ദേശത്തിന് മറികടന്നുകൊണ്ട് ഒരു സീനിയർ ഓഫീസർ പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ ആക്സെപ്റ്റ് ചെയ്തതിന് മുകളിൽ
ഒരു വാർണിംഗ് എന്തൊക്കെ DGPക്ക് പല നടപടിയും ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്റെ മുകളിൽ. അപ്പം ചെറിയൊരു ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്ഷൻ എടുത്ത് അത് അവിടെ ഹഷപ്പ് ചെയ്യാമായിരുന്നു. അതിന് പകരം ഇത് പൊതുസഭയിൽ ചർച്ചയായി ഇല്ല എന്ന് പറഞ്ഞ് ഉണ്ട് എന്ന് പറഞ്ഞ് നിരപരാധിയായ ഈ പോലീസ് ഡ്രൈവറുടെ പേരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. ഇതൊക്കെ വെറും ലാഫിംഗ് സ്റ്റോക്കാൻ മാറ്റുകയാണ് പോലീസ് സമൂഹത്തിന്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെന്നല്ലൊക്കെ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടവും വിഷമമുണ്ട്. ഇത്തരത്തിൽ എന്തുകൊണ്ട് നമ്മുടെ പോലീസ് സേന പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് അവരുടെ ക്രെഡിബിലിറ്റിയും അവരുടെ ആ ഒരു പഴയ പോലീസിന്റെ ആ വീര്യവും കാര്യങ്ങളിൽ നിന്നും കൊണ്ട് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല, എന്തുകൊണ്ട് പോലീസ് പൊതുസമൂഹത്തെ സഹായിക്കാനും ജനനന്മക്കായി എന്തുകൊണ്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്കൊക്കെ തോന്നിപ്പോവാണ്. അതിൽ ഞങ്ങൾക്ക് അതിയായ വിഷമമുണ്ട് എന്നുകൂടി ഇത്തരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ നന്ദിയുണ്ട് സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.